വാൾക്കവർ പാക്കിങ് ലീക്കായിട്ട് മാറുന്നതാണ്. ഇതാണ് അമേസിൻ്റെ വാൾക്കവർ പാക്കിങ്. ഹോണ്ട അമേസ് പെട്രോൾ വണ്ടി. ഇതാ റബ്ബറാണ് കണ്ടാ, ഇത്രയും ഫ്ലെക്സിബിളാണ്. അപ്പോൾ നമ്മൾ ഇത് പുതിയ സാധനമാണ്. ഇത് പഴയതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. പഴയത് ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, കണ്ടാ നോക്കിയേ, പൊട്ടിപ്പോ നോക്കി, ഇത്രയും സ്റ്റിക്കി ആയി പോയിട്ടുണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ സ്റ്റിക്കി ആയി പോയിട്ട്, എല്ലാ ഭാഗത്തും ഇല്ല, ചില ഭാഗത്ത് മാത്രമാണ്. ഇത്രയും ഭാഗങ്ങളില്ല വാൾക്കവർ പാക്കിങ്. നോക്കിയേ, ഇങ്ങനെയാണ് വാൾക്കവർ പാക്കിങ്. ഇത്രയും 1,22,000 ചില്ലറ ഓടി കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ആയിപ്പോയത്. ആ റബ്ബറിൻ്റെ കണ്ടീഷനൊക്കെ ഇതൊക്കെ പോയി. ഇപ്പോൾ പ്ലാസ്റ്റിക് പോലെയായി, സ്റ്റിക്കി ആയിപ്പോയി, സാധനം കുറേ പൊട്ടിപ്പോയി. ഓക്കെ, ഇതുകൊണ്ടാണ് ഓയിൽ ലീക്ക് വന്നത്. റബ്ബറിൻ്റെ ആ ഒരു ഇത് പോയി, ആ ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഫ്ലെക്സിബിലിറ്റി പോയി, പ്ലാസ്റ്റിക് പോലെ ആയി, ചെറിയ കമ്പിൻ്റെ കഷ്ണം പോലെയൊക്കെ ഇതാ പൊട്ടിപ്പോന്ന്, പൊടിഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് ആ സീറ്റിങ് നടക്കില്ല, സീലായി നിൽക്കില്ല. അപ്പോൾ ഓയിൽ ഇങ്ങനെ ലീക്കാൻ തുടങ്ങും, ചെറിയ ഗ്യാപ്പ് വന്നിട്ട് ഓയിൽ ലീക്കാൻ തുടങ്ങും.